വലിയ പാത്രം. ഹായ് ഓൾ, അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ദേ നമ്മുടെ മൂന്നാമത്തെ നോമ്പിൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തുക. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എല്ലാവരും ഒരു 10-20 പേരാവുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അയക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ചില ഭാഗമൊന്നും നമ്മൾ എഡിറ്റ് ചെയ്ത് വോയിസ് ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. മക്കൾ സംസാരിക്കുന്നതൊക്കെ അങ്ങനെ ഇട്ടുണ്ട്. സാധാരണ അത് കളയാറാണ് പതിവ്, പക്ഷെ ഇന്ന് കളയണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ദേ ഈ ഒരു റെസിപ്പി വന്നിട്ട് നമ്മുടെ റനക്കുട്ടി പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണ്. ബേബി പൊട്ടാറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എയർ ഫെയറിൽ വെച്ചിട്ട് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഉണ്ടാക്കൂലേ, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അതും കൂടി ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതേ വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ ഉമ്മമാരും ഉപ്പമാരും ജീവനോടെ ഇരിക്കുന്ന കാലം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഭൂമിയിലെ സ്വർഗത്തിലാണെന്ന് വേണം പറയാൻ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറയാം. മൂസാ നബി അലൈഹി സ്വലാമയുടെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം മൂസാ നബി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീഴാൻ പോയപ്പോൾ അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് അറിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. പിന്നെ അതേ ഞാൻ ആ ഉരുളക്കിഴങ്ങ് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ഗ്യാപ്പിൽ സവാള ചെറുതാക്കിയിട്ട് അതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ പത്തിരിയും പിന്നെ അതിനൊരു ഗ്രേവിയാണ്. ഗ്രേവി ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ടും ഭയങ്കര ടേസ്റ്റി ആയിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നോൺ വെജ് ഇല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ട് മക്കളൊക്കെ നല്ലോണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതേ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു ട്രേയിലേക്ക് ഇതുപോലെ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് അതുപോലെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് തിന്നാക്കണ്ട, കുറച്ച് കുറച്ച് കട്ടിക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് എല്ലാം തന്നെ അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ അഗാറോൻ്റെ റീഗൽ പ്ലസ് എയർ ഫ്രയറിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ഇത് സാധാ എയർ ഫ്രയർ പോലെയല്ല, വലുതാണ്. ലാർജ് 23 ലിറ്ററാണ് കേട്ടോ ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. പെട്ടെന്ന് കുക്കിംഗ് ആവാൻ നമ്മൾ വലിയ വലിയ ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരുപാട് ക്വാണ്ടിറ്റി വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് പറ്റും. 1800 വാട്ട്സ് പവറാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ 16 പ്രീസെറ്റ് കുക്കിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ടോസ്റ്റിങ്, റോസ്റ്റിങ്, ഡീഹൈഡ്രേറ്റിംഗ് നഗറ്റ്സ്, പിസ്സ, എയർ ഫ്രൈ, ബേക്ക്, ഡീഫ്രോസറ്റ്, ബേഗൽ, ബ്രോയിൽ, ചിക്കൻ, വെജിറ്റബിൾ, കേക്ക്, പിന്നെ ഷ്രിംപ്, റീഹീറ്റ്, വാം, ഇങ്ങനെ 16ഓളം ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് കുക്ക് ചെയ്യാൻ ശരിക്കും അതിൻ്റെ ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ടൈമിങ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതിൽ വന്നിട്ട് എന്താ പറയുക, ഇതിൻ്റെ ഓപ്ഷൻസ് ടൈം കാര്യങ്ങൾ, ലൈറ്റ് വരാൻ, പിന്നെ ഗ്ലാസ് വന്നിട്ട് ഡബിൾ ലെയർ ഗ്ലാസ്, ഇതിൽ കൂടെ നമുക്ക് കുക്കായോ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പറ്റും. പിന്നെ ലൈറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ടൈമിങ് അതുപോലെ കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. 360 ഡിഗ്രി ഹോട്ട് എയർ സർക്കുലേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും ഈവൺ ആയിട്ട് നമുക്ക് കുക്കായി കിട്ടും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ വന്നിട്ട് ഇതിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ ആയതുകൊണ്ട് നമുക്ക് ഈ കൺട്രോൾ പാനലിൽ ഭയങ്കര ഈസി ആയിട്ട് ടച്ച് ചെയ്ത് പെട്ടെന്ന് ഫങ്ഷൻ ആവുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമുക്ക് പെട്ടെന്ന് പറ്റുന്നുണ്ട്. പിന്നെ 50 to 220 ഡിഗ്രി സെൽഷ്യസ് ടൈമർ, പിന്നെ അപ് ടു 60 മിനിറ്റ് വരെ നമുക്ക് വെക്കാനായിട്ടും പറ്റുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കിട്ടുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഫ്രൈയിങ് ബാസ്ക്കറ്റ് ഉണ്ട്, ബേക്കിംഗ് ട്രേ, റിമൂവബിൾ ക്രം ട്രേ, പാൻ ഹാൻഡിൽ, വയർ റാക്ക്, റോട്ടിസെയർ ഫ്രഞ്ച് ടൂള്, റോട്ടിസെയർ സ്കീവെയർ ആൻഡ് ഫോർക്ക്, റോട്ടിസെയർ റൗണ്ട് ബാസ്ക്കറ്റ്, സ്കീവെയർ മിക്സ്. പിന്നെ നമ്മുടെ കൈ പൊള്ളാതിരിക്കാനുള്ള മറ്റേ സംഭവം കിട്ടും. 2 ഇയർ വാറണ്ടിയാണ് കേട്ടോ ഇതിനുള്ളത്. പിന്നെ ഇതിൻ്റെ ഡീഫ്രോസ്റ്റഡ് ഫംഗ്ഷൻ വന്നിട്ട് നമ്മുടെ ഫുഡിൻ്റെ ആ ഒരു ടെക്സ്ചറും ഫ്ലേവറും ഒന്നും കളയാണ്ട് തന്നെ നമുക്ക് നല്ല സൂപ്പറായിട്ട് കുക്ക് ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ കുക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ലൈറ്റായിട്ട് വാമായിട്ട് ആ ചൂടോടെ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. ഇതുപോലെ ഒരുപാട് റെസിപ്പീസ് നമുക്കിതിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൽ ടാർട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ചോദിച്ചില്ലേ റിവ്യൂ വേണമെന്ന് പറഞ്ഞിട്ട്.
അതാണ് പിന്നെ ഇതിൽ റിവ്യൂ ഇട്ട് ബിസ്ക്കറ്റ്സ് പിന്നെ അതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇതിൽ കുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് വന്നിട്ട് ഞാനൊരു ദിവസം ടാർട്ട്സ് പോലെ നമ്മുടെ എന്താ പറയുക പഫ് പാസ്ട്രിയിൽ ഉണ്ടാക്കിയതാണ്. ഫ്ലവർ ഷേപ്പിലാക്കിയിട്ട് അതിൽ കുറച്ച് എഗ് വാഷും കൂടെ ആക്കിയിട്ട് നമ്മൾ എയർ ഫ്രയറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ശരിക്കും എടുക്കുന്ന സമയത്ത് 360 ഡിഗ്രിയിൽ ആ ഒരു ഹീറ്റൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്രിസ്പിനെസ്സും കളറും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനിത് വാങ്ങാനുള്ള ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നമ്മുടെ അടുത്ത പണി നമ്മുടെ ഗ്രീൻ പീസിൻ്റെ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് മസ്റ്റായിട്ടും വേണ്ടത് അണ്ടിപ്പരിപ്പ് വേണം. ഇത് കുറച്ചിങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നുണ്ട്. ചുടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചത്. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് ഞാനിത് ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഓയിലോ വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താലും മതി. അതിലേക്ക് ചെറിയ ജീരകം അതുപോലെ ഒരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ ജീരകം ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനധികം മസാലേൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതേ സവാള കട്ട് ചെയ്ത് വെച്ചതും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 3 ഇതിന് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം വന്നിട്ട് വേറൊരു റെസിപ്പിക്കും വേണ്ടി. പിന്നെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. 2 തക്കാളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതേ താഴെ ഇവിടെ തക്കാളിയും കൂടെ എടുത്ത് മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ കട്ട് ചെയ്ത് പോണ ഭാഗം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മുളക് പൊടിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു പച്ച കളറിലും നമുക്ക് കിട്ടും കേട്ടോ. എൻ്റെ അമ്മ അങ്ങനെയാണ് ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇറച്ചി ഇല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കണമെന്ന് മാത്രമേ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ മല്ലിയിലയും പച്ചമുളകും കൂടി ഇട്ട ആ ഒരു ക്യൂബാണ്. ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് വേണം. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് വന്നിട്ട് ഗ്രീൻ പീസിൻ്റെ ഫ്രോസൺ ആണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വേവിക്കണം എന്നുള്ള ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ തലേ ദിവസം നോർമലാണുള്ളതെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. പിന്നെ ഇതിന്ന് കുറച്ചെടുത്തിട്ട് അതുപോലെ മാറ്റുന്നുണ്ട്. തക്കാളിയും ഉള്ളിയും ഒക്കെ ഉള്ള ഭാഗം മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കുട്ടികൾ പുറകിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാവും. അതൊക്കെ സാധാരണയായിട്ട് കട്ട് ചെയ്ത് കളയാറാണ് കേട്ടോ പതിവ്. അതുകൊണ്ടാണ് വീഡിയോ ഭയങ്കര ഡീസൻ്റ് ആയിട്ടുണ്ടാവുക. പിന്നെ അത് ഞാൻ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നേരത്തെ എടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടിക്ക് കിട്ടും കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ടില്ല, എന്നാൽ പിന്നെ ഒരുപാട് കൊറാന്നാക്കിയിട്ടില്ല. ഒരു മീഡിയം ലെവലിൽ ഇതുപോലെ അരച്ചെടുത്തിട്ട് നമ്മുടെ മറ്റ് ബാക്കി കൂട്ടിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ക്രീമി ആയിട്ട് നമുക്കിത് കിട്ടും കേട്ടോ. ഇതിന് ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ പണികളൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഒന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് തിള വരട്ടെ. തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വെക്കാം. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു റെസിപ്പി. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞോ. പക്ഷെ എന്തായാലും ഇഷ്ടാവും എന്നുള്ളത് എനിക്ക് അത്രയും ഉറപ്പാണ് കേട്ടോ. നമുക്കിപ്പോൾ മട്ടൻ വേണമെന്നോ ചിക്കൻ വേണമെന്നോ ബീഫ് വേണമെന്നോ ഒന്നുമില്ല. ഇത് ഭയങ്കര ഇഷ്ടത്തോടെ കുട്ടികൾ കഴിക്കും കേട്ടോ. പിന്നെ അതേ നമ്മൾ അടുത്ത റെസിപ്പി ഉണ്ടാക്കാനായിട്ട് പോവാണ്. ഇതും കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. പിന്നെ അതുപോലെ ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു നോമ്പ് സമയത്ത് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. ഈ ഒരു സംഭവം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ഇതേ ലോട്ടസ് സീഡാണ് എടുത്തിട്ടുള്ളത്, അതായത് താമരക്കുരു. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ബട്ടർ വേണം. ലോട്ടസ് സീഡ് എപ്പോഴും നമ്മൾ ക്രിസ്പി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ബട്ടർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവർ ഇറങ്ങുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് കുറേ പേര് അറിയാത്തവർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഇന്നാളെ നമ്മൾ ഇതുപോലെ ലുലുവിലേക്ക് പോയ സമയത്തും അവിടുന്ന് നമ്മുടെയും ചോദിച്ചിട്ട് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഗ്യാപ്പിൽ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പൊട്ടാറ്റോസ് ഒക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ പുറത്തേക്ക് എടുത്ത് വെക്കാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ എന്തെങ്കിലും സോസ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. മയണൈസോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും മതി. അപ്പോൾ മയണൈസ് ഓൾറെഡി നമ്മൾ വാങ്ങിയിട്ടുള്ളത് കൊണ്ട് മയണൈസ് ഞാൻ ഉണ്ടാക്കാനായിട്ട് നിന്നില്ല. കുട്ടികൾ അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞ് പിന്നെ അത് ഇതെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മഖാന റോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതുപോലെ കൈ കൊണ്ട് ഉടച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ പൊട്ടിപ്പോവും. ആ ഒരു സമയത്ത് നമുക്ക് അതെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഈ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കി ഉടനെ തന്നെ ആ ഒരു ഇതിലേക്ക് ഇടാൻ പറ്റില്ല കേട്ടോ. ഇത് വന്നിട്ട് നമ്മൾ ദഹി ചാട്ടായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കാണ് ഈ മഖാന ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് വന്നിട്ട് നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. നമ്മുടെ ഇവിടെ അങ്ങനെ
ഇതുപോലത്തെ സംഭവങ്ങൾ അധികം ആൾക്കാർ ഉണ്ടാക്കാറില്ല, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കട്ട തൈരാണ്. പുളിക്കാത്ത തൈരുണ്ടാവില്ലേ, അതുപോലെയുള്ള കട്ട തൈര് എടുക്കുക. അതിലേക്ക് ഇതുപോലെ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് മക്കാന മാത്രം ഇട്ടിട്ടാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഡയറ്റ് ആലോചിക്കുന്നതുകൊണ്ട് ഉള്ളിയൊക്കെ പോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഇതേ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചാട്ട് മസാല പൗഡറില്ലേ, അതാണ് ഇതിൽ മെയിൻ കേട്ടോ. പിന്നെ നമുക്ക് തേനും കൂടി വേണം. അതായത് മധുരം, പുളി, എരിവ് ഇതിൻ്റെ ഒക്കെ കൂടിയുള്ള ഒരു ടേസ്റ്റ് വരുമ്പോൾ ഭയങ്കര ഒരു കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട കട്ട പോലെ ഇല്ലാതെ ഒരു എന്താ പറയുക, നല്ല ക്രീമി ടെക്സ്ചറായിട്ട് വരൂലേ, അതുപോലെ ആക്കിയെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ തന്നെ നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്രിസ്പിനെസ് പോകും. അപ്പോൾ കുട്ടികൾ അപ്പുറത്തുനിന്ന് ഒച്ചിട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ്, മിക്സ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾ നമ്മൾ പുറത്തുനിന്ന് സ്നാക്സൊക്കെ വാങ്ങി കൊടുത്ത് ഇതാക്കാതെ ഇങ്ങനെ വല്ല പൊടിക്കൈകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കും കേട്ടോ. ഞാൻ ഇതുപോലെ വല്ല തരികിട പൊടിക്കൈകളൊക്കെ ഇതുപോലെ പഠിച്ചേക്കുന്നത് മക്കളെ ഒതുക്കി നിർത്താനും വേണ്ടിയിട്ടാണ്. പിന്നെ അതേ ആവശ്യത്തിന് തേനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഷുഗറുണ്ടോ? നീ ഇതൊക്കെ പഠിച്ചാ? ഇരിക്കുന്നു. അപ്പോൾ അവർക്കുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു അരമണിക്കൂർ പിന്നെ നമ്മളെ ശല്യം ചെയ്യൂല. പിന്നെ അതിൻ്റെ ഒരു ഹാങ് ഓവർ കഴിയുമ്പോഴായിരിക്കും വീണ്ടും വന്നിട്ട് ഓരോന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഞാൻ വേഗം ഇവിടെ എല്ലാം ഒന്ന് നീറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇച്ചു ബേബി നന്നായിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ വന്നിട്ട് നമ്മുടെ അടുത്ത് നിന്നിട്ട് മുകളിൽ നിന്ന് കൗണ്ടർ ടോപ്പിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് വലിച്ചിടും കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ്. ഇനിയിപ്പോൾ ജ്യൂസിനുള്ള പരിപാടിയാണ്. ഓറഞ്ച് ഉണ്ടായിരുന്നു, അപ്പോൾ ഓറഞ്ച് കൊണ്ട് ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ നമ്മൾ അടിക്കുന്നത്. ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഷുഗർ കുറവാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗുണമായിരിക്കും. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഷുഗർ യൂസ് ചെയ്യുന്നത് നോമ്പിനായിരിക്കും, ജ്യൂസൊക്കെ അടിക്കാനും വേണ്ടിയിട്ടില്ലേ. പിന്നെ ഓറഞ്ച് ജ്യൂസ് അടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം, കുരു കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് കയ്പ്പ് വരും. നോമ്പ് ഉറക്കുമ്പോൾ ആകുമ്പോഴേക്കും കയ്പ്പ് വരും. ഞാൻ ഇത്രയും കുരു എടുത്ത് കളഞ്ഞിട്ട് പോലും നന്നായിട്ട് കയ്പ്പ് വന്നു കേട്ടോ. ജ്യൂസ് വേണം, ഓറഞ്ച് വേണം. അപ്പോൾ പറയാം, ഒരു കുപ്പി ജ്യൂസ് വേണം, ഒരു ചെറിയ തുണ്ട് ഓറഞ്ച് വേണം. ചെറിയ തുണ്ട് ഓറഞ്ച് അല്ലേ? പഞ്ചസാര അമ്മീനെ അനുസരിക്കില്ല. വിളിച്ചെത്തുന്നാല് താഴെ വെച്ചിട്ട് വയ്ക്കായിരുന്നു അവൻ്റെ കൈ. അമ്മേ
നമ്മൾ വീട്ടിലുള്ള ഓരോ പണികൾ ചെയ്യുന്ന സമയത്തും നമ്മൾ പ്രത്യേകിച്ച് മിക്ക ആൾക്കാരും അതൊക്കെ അറിയായിരിക്കുമെങ്കിലും ജസ്റ്റ് പറയാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ, ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് പഠിച്ചോന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്, പഠിച്ചോനിൽ നിന്നും കൂലി കിട്ടാനും വേണ്ടിയിട്ട് ചെയ്യാനെന്നുള്ള മനസ്സിൽ നിയത്തോടു കൂടെ ചെയ്യുക. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്കും കൂലിയുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിൽ വിചാരിക്കണം എന്ന് മാത്രം. കാരണം വിചാരിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ നീയത്ത് അനുസരിച്ചാണ് എല്ലാന്നും അറിയില്ല, അപ്പം അതുപോലെ വിചാരിക്കണം. പിന്നെ അതുപോലെ നമ്മൾ മക്കൾക്ക് ഫീഡ് ചെയ്യുന്ന സമയത്തും കുട്ടികൾ കുടിക്കുന്ന ഓരോ സിപ്പിനും നമുക്ക് എത്രയോ ഇരട്ടി പുണ്യം എഴുതപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നോമ്പ് സമയത്ത് നോമ്പ് എടുത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ പാലൊക്കെ കൊടുക്കുമ്പോൾ അതിന് 1000 ഇരട്ടിക്ക് കൂലിയാണ്. പിന്നെ ഒരുപാട് ചെറിയ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോമ്പ് വെക്കണം എന്നുള്ള നിർബന്ധമില്ല. നമുക്ക് ഇളവുണ്ട്. ഇളവ് നമ്മൾ സ്വീകരിച്ചാലും നമുക്ക് അതിനുള്ള കൂലി കിട്ടും കേട്ടോ. പിന്നെ അതേ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കുടിക്കാനുള്ളത് കയ്യിൽ കൊടുക്കാണ് കേട്ടോ. തുറക്കുമ്പോഴേക്ക് ചിലപ്പോൾ താഴെ പോവും. കയ്യിലൊരെണ്ണം വെച്ചിട്ട് എന്തിനാണ് വേറെ സിപ്പ് ചോദിക്കണത്? ഹലോ, ആ അതാ കയ്യിലൊരെണ്ണം വെച്ചിട്ട് വേറെ കുപ്പിയിലേക്ക് തരാം, സേഫായി. മതി. പിന്നെ ഒരു കാര്യമില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈസിയാണ് എന്ന് പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കണത് പറഞ്ഞ സമയത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതാണ് സിലൂക്കാണ് ഈസി, പഠിച്ചോൻ എന്നും അങ്ങനെ തന്നെ ആക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ ഒരിക്കലും ഈസി അല്ല. ഞാൻ കാണിക്കുന്ന ഓരോ ചെറിയ ചെറിയ റെസിപ്പീസൊക്കെ ഉണ്ടാവില്ല, ആ ഒരു റെസിപ്പി മാത്രമായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈസി തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഒരു ദിവസം 2-3 കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ നല്ലോണം കഷ്ടപ്പാടുണ്ട്, നല്ലോണം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡൊക്കെ ആവും. പക്ഷെ എൻ്റെ ജോലി ഇതായതുകൊണ്ട് പിന്നെ എന്തായാലും അത് നമ്മൾ ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്തല്ലേ മതിയാവുള്ളൂ എന്നുള്ളതിൽ പിന്നെ അങ്ങനെ കാണിക്കുന്നതാണ്. പക്ഷെ നമുക്ക് നമ്മുടെ മുന്നിൽ എന്താ പറയുക, നമുക്ക് വേറൊരു വഴിയുമില്ല, ഇതേ നമുക്കൊരു വഴിയുള്ളൂ എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും എന്നാണ്. കാരണം വേറൊരു വഴിയും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വേറെ എന്തെങ്കിലും വഴിയുണ്ടല്ലോ നമുക്ക് ഇതില്ലെങ്കിൽ വേറെ എന്നുള്ള ആ ഒരു ചിന്ത വരും. അപ്പോൾ എന്തൊരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിലും എനിക്കിതല്ലാതെ ഇനി വേറെ വഴിയില്ല, ഇതിൽ എനിക്ക് വിജയിച്ചേ തീരുള്ളൂ എന്നൊരു നിയത്തോടു കൂടി അതിലേക്ക് ഫുൾ എഫേർട്ടും ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിലും അതിനുള്ള റിസൾട്ട് നമ്മളെ തേടിയെത്തും കേട്ടോ. പിന്നെ അതേ നമ്മളങ്ങനെ നോമ്പ് തുറക്കാണ്, ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഒന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റൂല കേട്ടോ, അങ്ങനെ തിരക്കായിരിക്കും. പിന്നെ വേഗം ഓടി വന്ന് എല്ലാവരെയും കൂടെ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ അതിന് ശേഷമല്ല, ഇത് അതിൻ്റെ പിറ്റേ ദിവസമാണ് തോന്നുന്നു. പിന്നെ അതിന് ശേഷം വേറെയും കുറച്ച് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നോമ്പാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതേ ഒരു ഡ്രസ്സിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ്. ഇൻസ്റ്റഗ്രാമിലാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ ഇടുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഡ്രസ്സിൻ്റെയൊക്കെ റിവ്യൂ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പോയിട്ടൊന്ന് ഫോളോ ചെയ്യണം പ്ലീസ്. അപ്പോൾ ഇതുപോലെ സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അത്താഴത്തിനുള്ള പണികളൊക്കെ ആയിരുന്നു. പിന്നെ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, എന്താ പറയുക, പെട്ടെന്ന് വീഡിയോ തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇത് കാണിക്കുന്നത്, ഇതാണ് നമ്മൾ ലാസ്റ്റ് ആ ക്വസ്റ്റ്യൻ ചോദിച്ച ആ ഒരു വീഡിയോ. ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇതിൽ നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്തിട്ടില്ല, സെലക്ട് ചെയ്തിട്ടില്ല. എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് വിചാരിക്കണമെന്നറിയോ, ഇതുപോലെ എടുത്തതിന് ശേഷം ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു കമൻറ്റ് നമ്മളിങ്ങനെ തൊടും. ഇപ്പോൾ ഇതല്ല, ഇത് മാഷാഅല്ലാഹ് ഉള്ളത്. അപ്പോൾ ഈ ആൻസർ ചെയ്തവരിൽ നിന്നും അങ്ങനെ ഒരു ആളെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ പോയിട്ട് അവരോട് പറയും നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ വരൂ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അവർ വരും. എന്നിട്ട് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കും കേട്ടോ.
ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ലൈവായിട്ട് ചെയ്യുക. ലൈവ് മീൻസ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഈ ചെയ്യുന്ന സമയത്ത് കണ്ണ് മൂടിയിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരെയും അങ്ങനെ സെലക്ട് ചെയ്തു എന്ന് വരില്ലല്ലോ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് മറ്റു മതസ്ഥരും നമ്മളെ കൂട്ടുകാരികളൊക്കെ വീഡിയോസ് കാണുന്നുണ്ട്, അപ്പോൾ അവർക്കിതൊന്നും അറിയില്ലല്ലോ. പക്ഷേ ആക്ച്വലി ഇത് റമദാൻ ആയതുകൊണ്ടാണ് റമദാൻ ബേസ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചോദിക്കുന്നത്. ഇൻഷാല്ല ഇതല്ലാതെ ജനറൽ ആയിട്ടുള്ളത് നമുക്ക് ചോദിക്കാം, കാരണം അവരെയും നമ്മൾ പരിഗണിക്കണം, അവർക്കും ഗിഫ്റ്റ് കിട്ടണമല്ലോ. പിന്നെ എന്ന് പറയുമ്പോൾ എനിക്ക് അവരുടെ കാര്യങ്ങളുമായിട്ട് നമുക്ക് വലിയ അറിവില്ലാത്തതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് ജനറലായിട്ട് എന്തെങ്കിലും ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യാമല്ലേ ഇൻഷാല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാനൽ. എങ്ങനെയാണെന്ന് പറയുക, ലൈക്ക് ചെയ്യുക, ഇതിനെ പിടിച്ച് ജസ്റ്റ് ഒരെണ്ണം അമർത്തിയാൽ മാത്രം മതി. അപ്പോൾ എനിക്ക് കുറേ ലൈക്സ് കിട്ടും. പിന്നെ അതുപോലെ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഇതവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കമൻറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറേ എമോജീസൊക്കെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു എമോജി ഇട്ട് തന്നാൽ എനിക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഇതവിടെ എവിടെയോ ഉണ്ടാവും, അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സും കൂടും. എനിവേ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എന്താ പറയുക അകമഴിഞ്ഞ ഒരു സപ്പോർട്ടാണ് നിങ്ങൾ എനിക്ക് തരുന്നത്. അതിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാവേ. പിന്നെ ഞാൻ ഏതിലാണ് എഡിറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒരു വി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്, കൈൻ മാസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇതിലാണ് കേട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഓരോന്ന് ആഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ പുറകത്ത് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഈ എഡിറ്റിംഗ് മിക്കവാറും രാത്രി കാലങ്ങളിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്, കാരണം ടൈം ഉണ്ടാവലില്ലല്ലോ. ചിലർ പറയുന്നുണ്ടായിരുന്നു ഇത്ത ഉറങ്ങണം, ഉറക്കല്ലെങ്കിൽ കുഴപ്പമുണ്ടാവും എന്നൊക്കെ. സത്യമാണ്, എനിക്ക് കുറേ പ്രോബ്ലംസ് ഇപ്പം തന്നെ എനിക്ക് ഫേസ് ചെയ്യുന്ന പോലെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ ലീവ് എടുത്തതും കൂടെ കേട്ടോ. അപ്പോൾ പിന്നെ പക്ഷേ ആ ലീവ് എടുത്ത ദിവസത്തിൽ എനിക്ക് പുറത്ത് 1-2-3 ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനൊക്കെ പോയി വരുമ്പോഴേക്കും ഒരു പരിപാടി. പിന്നെ പറഞ്ഞ പോലെ ഇതാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്ത ഷൂട്ട് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്ത ഫോൺ. ഇതാണ് സാംസങ്ങിൻ്റെ. അപ്പോൾ നമ്മൾ ഫോൺ മാറ്റിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ വ്യത്യാസം അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറയണം കേട്ടോ. ഈ ഫോൺ കൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, കാരണം മെമ്മറി ഫുള്ളായിട്ടും പിന്നെ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് അവസാനം ഇത് ഫോൺ സ്റ്റക്കായിട്ട് മൊത്തത്തിൽ എല്ലാം കൂടെ ബാക്ക് വന്നിട്ട് ഒന്നുമില്ലാണ്ട് 1.5 മണിക്കൂർ വീണ്ടും വരും. അപ്പോൾ അങ്ങനെ കുറേ പ്രോബ്ലംസൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അൽഹംദുലില്ലാ എന്തോ കിട്ടിയ പോലെ ഉണ്ട് എനിക്ക് ഫോൺ മാറ്റിയ സമയത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.